ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പടം മുളകാണ് കേട്ടോ. ഇത് കാണിക്കണേന്ന് വിചാരിക്കും. അന്നത്തെ ദിവസം അതിലേക്ക് ഒരു ക്രാഫ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഏകദേശം ഉണ്ടാക്കി ഫുള്ളാക്കിയതും കാണിച്ചില്ല. അപ്പോൾ ആ വീഡിയോൻ്റെ ജസ്റ്റ് ഒന്ന് എടുത്തത് കാണിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പപ്പടം മുളക് ഉണ്ടാക്കിയത് വൈകിട്ട്, ഇത് രാത്രി ഉണ്ടാക്കിയതുണ്ട് ക്രാഫ്റ്റ് വർക്ക്. ഇതാദ്യം തന്നെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കും പപ്പടം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പപ്പടം നേരിട്ട് വറുത്തിട്ട് പല സൈസിലും പൊടിക്കില്ലേ, അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വറുക്കാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, കറക്റ്റ് പീസായിട്ട് കാണാൻ. ചിലവർ പറയും മറ്റേ വടിയാകുമ്പോൾ പല വലിപ്പത്തിലാകുമ്പോൾ അത് കാണാനാണ് ഒന്നും ഭംഗിയെന്ന്. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഉള്ളി ആദ്യം തന്നെ ചെറിയ വട്ടത്തിൽ ചെറിയ നൈസായിട്ട് അരിയാം. ഒരു 10 മതി. അതിന് ശേഷം നമ്മുടെ ഈ പപ്പടം അരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ്. വെളിച്ചെണ്ണയിൽ പപ്പടം വറുത്ത് കോരിയെടുക്കും. അതിന് ശേഷം ഉള്ളി മൂപ്പിക്കും. ഉള്ളി മൂപ്പിക്കാൻ ഇച്ചിരി മൂപ്പിക്കണമല്ലോ. ഇതിൽ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം ഉപ്പുണ്ട്, പപ്പടത്തിനുണ്ടല്ലോ. അപ്പോൾ ആ ഉപ്പ് തന്നെ മതി, നമ്മൾ വേറെ എക്സ്ട്രാ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ പപ്പടം വാരിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കണില്ലല്ലോ ഉള്ളി മൂപ്പിച്ചെടുക്കും. ഉള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പകുതി മൂപ്പാകുമ്പോഴേക്കും നമ്മൾ പിന്നെ ഒരു ലാസ്റ്റ് ആവില്ലേ, ആ സമയത്ത് മാത്രം ഈ വേപ്പിലേക്ക് ഇട്ടാൽ മതിയിട്ട്. വേപ്പില എന്താ വെച്ചാൽ അത്യാവശ്യം പെട്ടെന്നാവുമല്ലോ. അപ്പോൾ വേപ്പിലിടുക. അതിന് ഈ കുത്തുമുളകുണ്ടല്ലോ, അതും കുറച്ചിട്ടാൽ മതി, വളരെ കുറച്ച്. അതിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഈ പപ്പടം ഇട്ട് ഒന്ന് വറുത്ത് ഇങ്ങനെ എടുത്താൽ. പിന്നെ ഈ വെളിച്ചെണ്ണ അധികം ഒന്നും ചേർക്കണ്ട. ഈ എടുത്തേക്കണില്ലേ അത്രയും വെളിച്ചെണ്ണ മതിയിട്ട്. ഈ വെളിച്ചെണ്ണ തന്നെയാണ് ഉള്ളിയൊക്കെ മൂപ്പിക്കണത്. അപ്പോൾ നല്ല ക്രിസ്പിയായി നല്ല ടേസ്റ്റിലിട്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വലിയവർക്ക് വരെ വളരെ ഇഷ്ടമാവും കേട്ടോ. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഇത് കിട്ടിയേക്കണേ. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരില്ല ആരാ കൊണ്ടുവന്നതെന്ന്. അത്ര രുചിയായിരുന്നു. പിന്നെ നമ്മളത് വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീട്ടിലപ്പോൾ ഇഷ്ടമായി എല്ലാവർക്കും. പിന്നെ ഇത് നമ്മുടെ വീട്ടിലൊരു ഫേവറേറ്റ് ഡിഷ് പോലെ ആയിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ പപ്പടം വറക്കണമെങ്കിൽ എല്ലാവർക്കും ഇത് വറക്കാനായിരുന്നു ഇഷ്ടം. അതിൻ്റെ ആ മൂപ്പിച്ച ഉള്ളിയുടെയൊക്കെ രുചി അതീവ രുചിയാണ്. ഉണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റും അത്ര രുചി ഇത്. അങ്ങനെ ഈ പപ്പടം വറുത്ത് വെച്ചു. പിന്നെ ഇത് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കില്ലേ, ആ സംഭവമൊക്കെ ഞാൻ കോളേജിൽ നിന്നാണ് പഠിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും പ്ലസ് ടുവിനൊന്നും അങ്ങനത്തെ ഒരു ഷെയർ ചെയ്ത് ഭക്ഷണം ഉള്ളത് കഴിക്കുക അങ്ങനെയുള്ളൊരിതായിരുന്നു. പക്ഷേ ഷെയർ ചെയ്ത് പരസ്പരം പിന്നെ അവരുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകൽ, അതൊക്കെ നമ്മൾ കോളേജിലായിരുന്നപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത്. അതൊക്കെ നല്ലതായിരുന്നു എന്ന് ഇഷ്ടമായി. നല്ല ശീലങ്ങളായിരുന്നു. ഷെയർ ചെയ്യൽ, ഫുഡ് ഷെയർ ചെയ്യൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം പറയൽ, അതൊക്കെ. ഇപ്പം അത് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഓഫീസിലും ഫുഡ് ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കഴിക്കണ കറികൾ. അതായത് ഇപ്പോൾ ഞങ്ങൾ എത്ര പേരായിരുന്നു കഴിക്കണേ, 10 പേരല്ല, അതിൽ കൂടുതൽ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ 2 ടേബിളുകൾ ചേർത്തിട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ കറികളോടെ മതി. പക്ഷെ അത് പാത്രം നിറയും. ചോറിനേക്കാൾ കൂടുതൽ കറികളായിരിക്കും എല്ലാവരുടെയും. ആ കണക്കിനാണ് കേട്ടോ. നല്ല രുചിയായിരിക്കും എല്ലാവരുടെയും കറികളും. ഇപ്പോൾ ഇപ്പോൾ കടലയായാലും പയർ എല്ലാം കൂടി ആകുമ്പോൾ റിച്ചാന്ന് പറയില്ലേ, അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ഓഫീസിലത്തെ സദ്യ ആയിരിക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം. അത് ഞങ്ങൾക്ക് ഞാനിപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും അവരുടെ ഫുഡിൻ്റെ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ മിസ്സായ കാര്യം ഞാൻ പറയണത്. അത്ര ഇതായിരുന്നു കേട്ടോ. പപ്പടം മുളക് ഞാൻ ഓഫീസിൽ കൊണ്ടുപോയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞതെന്ന് തോന്നണം. അതിന് മുന്നേ അവർക്ക് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. അവരോട് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഓഫീസിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാവാറുണ്ട്. മിക്കപ്പോഴും ഉണ്ടാക്കാൻ പറയും, പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഈ ഉള്ളി മൂപ്പിക്കില്ലേ, ഈ ഉള്ളി മൂപ്പിച്ചത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നമുക്ക് മൂത്ത് വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പപ്പടവും മുളക് ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മുടെ പാത്രത്തിൽ നമ്മൾ പുറത്ത് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അവർ തണുക്കൊന്നുമില്ല. നമ്മൾ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തണുക്കുന്നൊക്കെ വിചാരിക്കില്ലേ, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല ടേസ്റ്റിൽ അത് കഴിക്കാൻ പറ്റും. ഉള്ളി ശരിക്കും ഒന്ന് ചുമക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വേപ്പില ഇടണം. അല്ലെങ്കിൽ പെട്ടെന്ന് വേപ്പില അല്ലെങ്കിൽ പെട്ടെന്ന്
ഇങ്ങനെ ഫ്രൈ ആയി വരും. ഉള്ളിക്ക് പെട്ടെന്ന് ഒരു നനവ് തട്ടണ പോലെയോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണം. കണ്ടോ, വേപ്പില ഏറ്റവും അവസാനമാണ് ഞാൻ ഇടുന്നത്. വേപ്പില പെട്ടെന്നാവുമല്ലോ, ഒന്ന് ചൂട് കയറുമ്പോഴേക്കും ഒന്ന് ക്രിസ്പി ആവും വേപ്പില. പിന്നെ ഉപ്പിടണ്ട കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് തന്നെ. ഉപ്പ് ആവശ്യമില്ല ഇതിന്. ഉപ്പിടാണ്ട് തന്നെ പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അപ്പോൾ ഉപ്പിടണ്ട. ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നല്ല ഉള്ളി മൂപ്പിച്ചതിൻ്റെയും ആ വേപ്പിലയുടെയൊക്കെ ഈ വെളിച്ചെണ്ണ മൂക്കുമ്പോഴുള്ളൊരു പ്രത്യേക സ്മെല്ലില്ലേ, നല്ല മണമാണ്. വായിൽ വെള്ളം തന്നെ ഇപ്പം തന്നെ പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടോ, വേപ്പിലയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പം ഈ കഞ്ഞിയുടെ ഒപ്പമൊക്കെ വലിയ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം ഒന്നിച്ചത് കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കുക കേട്ടോ. നല്ല രുചിയാണ്. പിന്നെ എന്താ കണ്ടോ, കുത്തുമുളക് അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇടണം. ജസ്റ്റ് കുറച്ചിട്ടാൽ മതി. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ എരിവ് പറ്റില്ലല്ലോ, അപ്പോൾ ഇത്തിരി കുത്തുമുളകായിട്ട് ഇടാം. അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ കുത്തുമുളക് ഇവിടെ ഇടാറ്. ഇത് അദ്രിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അവനും കഴിക്കാറുണ്ട് ഇത് കൂട്ടി. ഭക്ഷണം ചോറൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കും. അവന് നല്ല ഇഷ്ടമാണ് ഈ ഉള്ളിയും ഈ വേപ്പിലയും പപ്പടമൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇത് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായം പറയണം കേട്ടോ. ഇത് എങ്ങനെയാണ്, ഇതുപോലെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ചെയ്യണതെന്ന്, എന്നിട്ട് കമൻറ്റിലൂടെ പറയണേ. ശരിക്കും മൂത്ത് കഴിഞ്ഞിട്ട് പപ്പടം ഇടാം കേട്ടോ. ഇത് ഇപ്പോൾ കറക്റ്റായി ആ ഗോൾഡൻ കളർ ചുവന്ന കളറായില്ലേ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പപ്പടം ഇടാം. അതിന് ശേഷം മുളക് പൊടി ജസ്റ്റ് ഒന്ന് തൂയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ഉള്ളിയൊക്കെ മൂത്തില്ലേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇടാം. എന്നിട്ട് പപ്പടം ഇട്ടാലും മതി. രണ്ടും ഇട്ടാലും എങ്ങനെ പോയാലും നല്ലതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതിങ്ങനെ ഇടുമ്പോൾ കുറച്ച് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാത്തിലും അങ്ങനെ ഓവറായിട്ട് മുളക് പൊടി കയറിയ പോലെ തോന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യണതായിരിക്കും എരിവ് കുറയാനും നല്ലത് കേട്ടോ. ഞാൻ പിന്നെയും പറയണം, വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണേ. ചെയ്തിട്ടില്ലെങ്കിൽ അഭിപ്രായം പറയണേ. ഇപ്പോൾ ചെയ്യാറുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യസ്തത വരുത്താറുണ്ടോ എന്നൊക്കെ കൂടി പറയണേ. അപ്പോൾ ഇനി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ, ഇടുമ്പോൾ തന്നെ അത്രയും ഭംഗിയുമാണ്, ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ.